ശരണപ്പെടുന്നു. 2 വാക്യങ്ങൾ വായിക്കണേ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യവും 1:20 ദയവായിട്ട് ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ആ സ്ത്രീ മാത്രം ശേഷിച്ചു. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറ എന്നെ വിളിപ്പീൻ, സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പാടുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. നമുക്ക് എവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ച് കേട്ടത്. This is a familiar portion for all of us from Ruth chapter 1 verse 20. നിരവധി ചിന്തകളും ആലോചനകളും നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പ്രാപിച്ചിട്ടുണ്ട്. We have listened to various messages and thoughts from this portion. എങ്കിലും ഒരു ചെറിയ ചിന്ത ഇന്ന് പകൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. However, I would like to share a small thought from this portion. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത നമ്മളെ നന്നായി അടുത്തറിയുന്നവനാണ്. What is peculiar about our Lord is that He knows us very, very closely. ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിന്റെ വരവാണ്. One thing we should be remembering is that our certainty, the most certain hope that we have is the second coming of our Lord Jesus. അതിൽ വലുതായിട്ടുള്ള ഒരു വിടുതലും ഇല്ല കേട്ടോ. There is no bigger deliverance than that. ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്, ഇത് രണ്ടും ഏത് സംഭവിച്ചാലും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാം ക്രിസ്തുവിനോട് കൂടെ. Either we will die or the Lord will come again and we will be taken to Him. Either of these happens immediately. What happens in our life is that we will be joining with our Lord Jesus in eternal life. അതുകൊണ്ട് രോഗം മാറിയാലും ഇല്ലെങ്കിലും അടുത്ത നന്മ കാണാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഈ ഭൂമിയിൽ ഉയർച്ചകളൊന്നും പ്രാപിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്, നിത്യതയാണ്. അതിൽ വലുതായിട്ടുള്ള ഒരു വിടുതലും പ്രതീക്ഷിക്കരുത്, ഇല്ല. So in our present life in this world, whether we are healed or not, whether we get deliverance or not, whether we get blessings in this world or not, regardless of that, the most important thing is that when the Lord comes, we should be able to join with Him in eternal life. There is no bigger deliverance than this. അതുകൊണ്ട് അതിനു വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കോണം. So all of you should be prepared for this deliverance. ബൈബിൾ ക്ലാസ് നടത്തുമ്പോഴല്ല ഒരുങ്ങേണ്ടത്. You should not be preparing while you are listening to the Bible study. കർത്താവിന്റെ വരവിന്റെ ഒരു ദൂത് കേൾക്കുമ്പോൾ ആ സമയത്തല്ല ഒരുങ്ങേണ്ടത്. It is not when we listen to a message about the second coming of the Lord that we should prepare. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് രക്ഷിക്കപ്പെട്ട് സ്തോത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണ്, കർത്താവ് ഇന്ന് വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ, ഞാൻ അവനോട് കൂടെയാണോ. ഈ ഒരുക്കം കുറച്ചുള്ള ഒരു വിടുതലിനകത്തും യാതൊരു സ്ഥാനമില്ല. All those who are baptized to join to Christ, who have received the anointing of Holy Spirit, all of you should always be having this thought in your mind that I should be prepared any time, any moment when Lord comes, I should be taken with Him. We should have that readiness and preparedness throughout our life, every single moment. There is no bigger preparedness and deliverance beyond this. Praise the Lord. Let's all lift our hands and praise Lord. എനിക്കറിയാം ജോലി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വരുന്ന ദൈവമക്കൾ നിന്റെ അകത്തുണ്ട്. I know there are people who have come here after their night shift, after their duty. നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ സമർപ്പണത്തിനായിട്ട് ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. I appreciate your commitment. അവിടെ ദൈവസ്ഥലിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ വന്നു പോകരുത്. കർത്താവിനെ അനുഭവിക്കണം, ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ആരാധിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ കയറണം. ആ പാട്ടുകൾ ഓരോ ദൈവശബ്ദമാണ്. നമ്മൾ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് സന്തോഷിച്ച് എന്തെങ്കിലുമൊക്കെ പ്രാപിച്ചിട്ട് ഈ ആലയം വിട്ടു പോകാമോ?
So when you come here, I do not want you to leave empty-handed. I encourage all of you to stay in the presence of God. When we sing songs, when we worship, I encourage you to enter into this worship and commit yourself completely, surrender yourself completely, so that you will feel the presence of God and you will experience that presence today and live with that experience. അപ്പോൾ നമ്മൾ അല്പനാൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല പ്രതിസന്ധിക്കകത്തൂടെ നാം കടന്നു പോകേണ്ടവരാണ്. While we are in this world for a short while, we are destined to go through many troubles and triumphs in our life. ആ പ്രശ്നങ്ങൾ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകാനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ ആ പ്രശ്നത്തിനകത്ത് നമ്മൾ ഇല്ലാതായി പോകും. If we are not receiving that grace of God to go through these troubles in this life, we will be entangled with all those troubles and be trapped in those. ഇവിടെയുള്ളു പോരാട്ടമൊക്കെ. All these warfares are only in this present ഈ life. ഭൂമിയിലേ ഉള്ളൂ യുദ്ധങ്ങളും ക്ഷാമങ്ങളും വിശപ്പും പിന്നെ മനപ്രയാസവും ഭാരമൊക്കെ ഇവിടെ ഉള്ളൂ. Only in this world that we have all those wars, all those famine, all those struggles and suffering. That is only in this world. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്തേ പറ്റത്തുള്ളൂ. So while we are in this world, we have to overcome these. നമുക്ക് ബലപ്പെടേണ്ട സമയത്ത് ബലപ്പെടണം. We should get strengthened in times when we need those strength. ആമേൻ. ശക്തിപ്പെടേണ്ട സമയത്ത് ശക്തിപ്പെടണം. We should get those strength from God in those time we need it. ഉണരേണ്ട സമയത്ത് എന്ത് ചെയ്യണം? നാം ഉണരണം. We should arise when it is time to rise up for Lord. ആമേൻ. അതൊക്കെ ചാടി കടക്കേണ്ട സമയത്ത് നമ്മൾ കടന്നേ പറ്റൂ. There are certain things that we need to cross over, and we need to do that in that moment. ജീവിതത്തിൽ സംഭവിച്ച ചില വിഷയങ്ങൾ പറഞ്ഞ് ജീവിതം ഇല്ലാതാക്കാനല്ല, അതിനെ ഒരു വർഷത്തോട്ട് മാറ്റിവെച്ച് പിന്നെയും മുൻപോട്ട് നടത്താൻ കഴിയുന്ന അരുമനാഥന്റെ കരം പിടിച്ച് നമ്മുടെ സ്തോത്രം ആ വിരുദിലോട്ട് എത്തണം. ആ ഡെസ്റ്റിനി നാം എത്തിയേ പറ്റത്തുള്ളൂ. We should not entangle with all those things that happened in our past and repeating those things in our life and saying that, oh, this happened in our life. And we should not stay in our past. Instead, we should lean on the one who is able to hold our hands and lead us forward in our life and lead us in such a way that the purposes that God has in our life will be fulfilled. We should look up to Him and take step forward, keeping aside our past and all those struggles and all those failures. We should keep those aside and then move forward with the presence of God. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. So today I encourage all of you to have courage. വേഗത്തിൽ നമ്മുടെ വിഷയത്തിലോട്ട് കടന്നു വരാം. Let's focus on our topic നമുക്ക് today. രൂത്തിന്റെ അല്ലെങ്കിൽ നവോമിയുടെ ആ ചരിത്രം അറിയാത്തവരാരും ഇതിനകത്ത് ഇരിപ്പില്ല. There is no one here who doesn't know the context of Ruth and Naomi. ഒരു ഫാമിലി ക്രൈസിസ് ആണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. The book begins with a family crisis. ഒരു കുടുംബം തീരുമാനമെടുക്കുകയാണ്. ബേത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ മോവാബ് ദേശത്തോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി അവർ യാത്ര ചെയ്യുകയാണ്. This family decided when there was a famine in Bethlehem, they decided to move to Moab. താൽക്കാലിക വിടുതലിന് വേണ്ടി പോയതാണ്. പക്ഷെങ്കിൽ ഒരു വലിയ തീരാത്ത ദുഃഖത്തിൽ ആ ഭവനം ചെന്നെത്തുവാനിടയായി തീർന്നു. They moved for a temporary deliverance or relief, but they ended up in a permanent, a great grief. നമുക്കറിയാം, നവോമിയുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു, ഭാവി നഷ്ടപ്പെട്ടു. എന്നാൽ മൊത്തത്തിലൊരു ശൂന്യതയ്ക്കകത്ത് ഈ നവോമി നിൽക്കുകയാണ്. We can see that Naomi lost her husband, lost her children. They have no hope about the future. So we can see that Naomi is in complete emptiness. She's staying in a void situation. തിരിച്ചു ചെല്ലുമ്പോൾ നാട്ടുകാർ ഇത് നവോമി അല്ലയോ എന്ന് വെച്ചാൽ പോയ ലുക്കല്ല, ആ പ്രതിസന്ധിയും ഭാരമല്ല അവിടെ മുഖത്തുണ്ട്. അവളെ തന്നെ ആള് മാറ്റി തക്ക നിലയിലുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പോവുകയാണ്. If she returns and people see her, they will see that difference. This is not the person who left Bethlehem. This is the person who is completely struck by grief, struck by the struggles in life, and she has changed and she is lost.
നവോമി എന്ന് പറഞ്ഞപ്പോൾ നവോമി പറഞ്ഞു, എന്നെ അങ്ങനെ വിളിക്കരുത്. സ്തോത്രം, എന്നെ മാറ കയ്പെന്ന് വിളിച്ചാൽ മതി. കാരണം സർവശക്തൻ എനിക്ക് ചെയ്തത് കയ്പ എന്ന് പറഞ്ഞ് അവിടെ പേര് തന്നെ അങ്ങ് മാറ്റാനായിട്ട് ഇടയായി തീർന്നു. And that is why Naomi says to them that call me not Naomi, call me Mara, because Almighty God has dealt bitterly with me. So she even decided to change her name to something that means bitter. നവോമി എന്ന വാക്കിന്റെ അർത്ഥം പ്ലസന്റ്, സ്വീറ്റ് എന്നൊക്കെയാ. അവൾ പറഞ്ഞു, എന്നെ അങ്ങനെ വിളിക്കരുത്, എൻ്റെ പേര് ഞാൻ തന്നെ മാറ്റുക. കാരണം ജീവിതത്തിൽ കടന്നു വന്ന ഈ പ്രതിസന്ധിക്കകത്ത് ഇനി ആ പേര് പോലും എന്നെ വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. നിങ്ങളെല്ലാവരും എന്നെ എന്ത് വിളിച്ചാൽ മതി, ഞാൻ ഇനി എൻ്റെ ജീവിതം മുഴുവൻ കയ്പാന്നും പറഞ്ഞ് അതിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോയി. The name Naomi itself means pleasant or sweet. But look what she is saying. She says that please do not call me that name because of all the struggles, all those problems that I have faced. I don't deserve to be called that name. And she decided to change her name and told that please call me Mara, which means bitter. നമ്മളൊക്കെ ജീവിതത്തിൽ നിരാശകൾ, മറുപടിയില്ലാത്ത പ്രാർത്ഥനകൾ, കഷ്ടതകൾ, ഭാരങ്ങളൊക്കെ വരുമ്പോൾ ഈ സൈലന്റ് ബിറ്റർനെസ് ഉണ്ട്. നമ്മൾ പുറത്ത് പറയുന്നില്ലെങ്കിലും അകത്തിങ്ങനെ മാറ വഹിച്ചോണ്ട് നടക്കുന്ന ജീവിതങ്ങളുണ്ട്. When we have struggles, when we have disappointments, when we are saddened with lot of things in our life, we go through many problems, we go through certain things inside our heart to such an extent that even though we are not saying that I am bitter, but we have this silent bitterness staying within our heart. Praise the Lord. നമ്മൾ ആദ്യം വായിച്ചത് നവോമി തനിയെ ശേഷിച്ചു. In the first verse, what we read is that only Naomi was left and she was alone. പല ചിന്തകൾ എൻ്റെ ഹൃദയത്തിനകത്ത് വന്നു. ഞാൻ ഈ മാറ എന്ന വിഷയം ഒന്ന് പറയണമെന്നുണ്ടെങ്കിലും സ്തോത്രം, ഈ തനിയെ ശേഷിച്ചതൊന്ന് വായിച്ചപ്പോൾ എൻ്റെ അകത്തൊരു വല്ലാത്ത നരക്കമുണ്ടായി. When there are many thoughts from this, but when I read the portion which says that Naomi was left alone, there was a huge encouragement from the Holy Spirit to focus on that. പ്രിയരെ, പല പ്രാവശ്യം ഈ ഭാഗം വായിച്ചിട്ടുണ്ട്, പല ദൂതുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രഭാതത്തിൽ ഞാൻ ആ സ്ത്രീ മാത്രം ശേഷിച്ചെന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത വാക്യം അങ്ങോട്ട് വായിക്കാനേ പറ്റുന്നില്ല. ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു ഭാരം ഇങ്ങോട്ട് വരാൻ തുടങ്ങി. While I have read this portion many times and I have meditated on many aspects of this verse, but when I read this specific sentence that she was left alone, my dear, you should understand that I was so burdened by this that I couldn't move ahead without meditating this. Praise the Lord. ഞാൻ തന്നെ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. I started to cry reading that portion. എനിക്കറിയത്തില്ല എന്താ ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചേക്കുന്നത്, എനിക്കറിയത്തില്ല. I do not know what Holy Spirit has hidden behind this portion. പക്ഷേ ഇന്ന് പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്തോ സംസാരിക്കാനായിട്ടുണ്ട്. But today Holy Spirit has something to speak to you from this portion. ആ സ്ത്രീ മാത്രം ശേഷിച്ചു. That lady was left alone. ആരുമില്ലെന്നേ. There was no one with her. എല്ലാം നഷ്ടപ്പെട്ടു പോയി. She lost everything. മുഴുവൻ ശൂന്യതയ്ക്കകത്ത് നിൽക്കുകയാണ്. She is in complete emptiness. സകല സ്വപ്നങ്ങളും തകർക്കപ്പെട്ടു. All her dreams were shattered. പങ്കുവെക്കാൻ ആരുമില്ല. There is no one to share with. പറയാൻ ആരുമില്ല. There is no one to share her burdens or communicate. തനിയെ ശേഷിച്ചു. And she was left alone. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾ തനിയെ നിന്ന് പോരാടുന്ന, നിന്ന് കുഴയുന്ന ചിലതിനോട് ദൈവത്തിന്റെ ആത്മാവിനെ സ്പർശിക്കാനുണ്ട്, നിന്നോട് സംസാരിക്കാനുണ്ട്. കുഞ്ഞ്, നീ തനിയാണെന്ന് ആ പ്രശ്നത്തിനകത്തിരിക്കുമ്പോ തോന്നും. എന്നാൽ നീ തനിയല്ല, നീ അറിയാത്തൊരു ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുകയാണ്.
My dear, Holy Spirit is encouraging you. Holy Spirit is speaking to you very clearly. Some of you are going through certain struggles in your life where you cannot say this to anyone. You cannot share this to anyone. And you feel that you are completely lonely in this. But Holy Spirit is saying to you, you are not alone. There is an invisible presence of God with you that is walking with you, that is holding your hand and assuring you that you are not alone. Hallelujah. ചില സമയങ്ങളിൽ ചില ഭാരങ്ങൾ ആരുമായിട്ട് പങ്കുവെക്കാൻ കഴിയത്തില്ല. At certain times we cannot share our burdens with anybody. ഒരു പക്ഷെങ്കിൽ നിങ്ങളാകുന്ന ഫാമിലി തന്നെ ആയിരിക്കാം ആ വിഷയത്തിൽ ആ വേദനയ്ക്കകത്ത് നിൽക്കുന്നത്. Maybe it is the family that you are in. This family is staying alone, standing alone with these problems and these struggles. ചില സമയത്ത് ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഇത് ആരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾ തനിയെ ആയിരിക്കാം ശരീരത്തിൽ ആ വേദന അനുഭവിച്ചു നിൽക്കുന്നത്. Many a times when certain illness struck you, where you are going through certain diseases, certain conditions, and you have pain in your body, you may not be able to share this to anyone, or no one will be able to understand this, and you are suffering this. You are going through this all alone. ഒരു പക്ഷെങ്കിൽ മക്കൾക്ക്, തലമുറകൾക്ക് ആർക്കും അറിയത്തില്ല മാതാവും പിതാവും തനിയെ യുദ്ധം ചെയ്യുന്ന വിഷയങ്ങൾ. Maybe your children are not aware of what is going through the minds of your parents, minds of father and mother, the warfare they face, the struggles they face. ഒറ്റപ്പെടലുകൾ ഒരു ഭയങ്കര വേദനയാണ്. Isolation is a huge pain. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചിലരെ കാണുന്നുണ്ട് കേട്ടോ. Holy Spirit is watching over you. Holy Spirit is looking at certain people who are sitting here today. തലമുറകൾ ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും എവിടെയൊക്കെയോ തനിയെ ശേഷിക്കുന്ന ചില പോയിന്റുകൾ നിന്റെ ജീവിതത്തിനകത്തുണ്ട്. Even though you have a family, even though you have a generation with you, you have your children with you, but there are certain points in your life where you are left alone. ദൈവം മറന്നതല്ല, ദൈവം തള്ളിക്കളഞ്ഞതല്ല. തനിയെ ശേഷിക്കുന്ന നിന്റെ അടുക്കൽ കർത്താവിന് ഇറങ്ങി വരാനുണ്ട്, നിന്നോട് സംസാരിക്കാനുണ്ട്, നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ. നീ തനിയെ നിൽക്കുന്ന, നീ മാത്രം ശേഷിച്ചു നിൽക്കുന്ന ആ താഴ്വരയ്ക്കകത്ത്, ആ പ്രതിസന്ധിക്കകത്ത് നിന്നെ വിട്ടിട്ടില്ല, നിന്നെ മറന്നിട്ടില്ലെന്ന് ചിലതിനോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. My dear, while you are alone, while you are going through this problem, while you are struggling, while you feel you are left alone, you are not alone. Holy Spirit is encouraging you. Holy Spirit wants to come down to this presence, to your present problem, to your present loneliness. While you are lonely, it is at that point Holy Spirit wants to come down and intervene. Holy Spirit is encouraging you are not left alone. There is in this moment, the presence of God is coming to your life so that He can revive you from there. ചില ഒറ്റപ്പെടലുകൾ, എല്ലാം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ചില വിഷയത്തിനകത്ത് തനിയെ നിൽക്കുകയാണെന്ന്. ഇന്ന് പകൽക്കാലം ഭാര്യയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യ ഭർത്താവ് ഒന്നിച്ച് മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയൊക്കെയോ തനിയെ ശേഷിക്കുന്ന ആ പോയിന്റിനകത്ത് ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ജീവിതത്തില് ആ വേദനയുണ്ടല്ലോ, ആരോട് പറയുന്നില്ലെങ്കിലും തനിയെ ശേഷിക്കുന്ന ആ പോയിന്റിനകത്ത് ഇന്ന് പകല് ദൈവത്തിനൊന്ന് കരം പിടിക്കാനുണ്ട്. നീ അവിടെ നിന്ന് തകരും, നീ അങ്ങനെ മുൻപോട്ട് പോയാൽ നീ ഓടയും. അതിനു മുൻപ് ദൈവത്തിന്റെ കരുതല് നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. Holy Spirit is speaking very specifically to certain people sitting here today. You may have struggles that you cannot share to your husband, you cannot share to your wife. If both the parents, both husband and wife decide to share it to your children, still they will not understand, they will not get it. You feel lonely even though you have everything, even though you have all people around you, everything around you, but still you feel lonely. In that loneliness
lonely moment, when you feel that there is no point in sharing this, there is no point to survive this, if I move ahead, if I go ahead like this, things will be shattered, I will be broken, it will end up in a tragedy, I have no way out of it. But when you think that you're lonely, you are alone, Holy Spirit want to interfere, Holy Spirit want to intervene in this moment so that you will not be left alone and you will see the hand of God working for you. ഒരു മാനസിക ഭാരത്തെ കർത്താവ് എടുത്ത് മാറ്റും കേട്ടോ. God is taking away certain burdens from your heart. ഞാൻ ഈ വചനം ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഈ വചനം വായിച്ചപ്പോൾ തൊട്ടുണ്ട് ഇത് ഇവിടെ അടുത്ത പോയിന്റിലോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കറിയത്തില്ല ആമേൻ സ്തോത്രം, തനിയെ സ്ട്രഗിൾ ചെയ്യുന്ന എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശാന്തമായിട്ട് ഇടപെടുകയാണ്. ആമേൻ കർത്താവ് അത് കാണുന്നുണ്ട് കേട്ടോ, കർത്താവ് അത് കാണുന്നുണ്ട്. ആമേൻ സ്തോത്രം, നിങ്ങൾ ഇത് ആരോട് പറയണ്ട. പക്ഷെങ്കിൽ ആമേൻ പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവിൽ ഇന്ന് പകലിൽ ചിലരോട് സംസാരിക്കുകയാണ്. ആമേൻ സ്തോത്രമില്ല. ആമേൻ ഒരിക്കലും ഒരു പെർമനന്റ് കൺക്ലൂഷൻ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയ്ക്കകത്ത് നിങ്ങൾ ഇടരുത്. ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ പ്ലാൻ വലുതാണ്. നിങ്ങളായിട്ടൊരു കൺക്ലൂഷൻ ഇടരുത്. ആമേൻ സ്തോത്രം, അടുത്ത ഒരു ചാപ്റ്റർ കർത്താവ് തുറക്കും. ആമേൻ ദൈവത്തിന്റെ കരുതൽ ദൈവം നിനക്ക് വേണ്ടി മറച്ചു വെച്ചത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും. നീ തനിയെ ശേഷിച്ചിരിക്കുന്ന നിന്റെ ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന് ഇറങ്ങാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതിയുണ്ട്. While you're going through this problem, while I read this message, while I'm delivering this message, Holy Spirit is encouraging me. Holy Spirit is pressing me to say that there is a gentle spirit of Holy Spirit touching you right now. There are people who are going through certain struggles, certain burdens in their heart that they cannot share to anyone. I'm not saying that you have to share this. You don't have to share this to anyone. But Holy Spirit desires to come down and intervene in your problem. I encourage you, do not come to a conclusion quickly while you are going through this problem. You might be feeling that urge to come to a conclusion and sort it out. But I am saying this in the spirit of Holy Spirit that you should not come to a conclusion. There is a new chapter that Holy Spirit is going to open in your life. You have to wait for that new chapter. You have to allow Holy Spirit to intervene and open up a new chapter in your life. അവൻ യാക്കോബിന്റെ ജീവിതത്തിൽ അവൻ തനിയെ ശേഷിച്ച ഒരു രാത്രി ഉണ്ടായിരുന്നു. In the life of Jacob, you can see a night where he was left alone. ഭാര്യയും കുഞ്ഞുങ്ങളും സമ്പാദിച്ചതെല്ലാം അക്കരെ അവൻ കടത്തിയിട്ട് ഒരു രാത്രി അവൻ തനിയെ ശേഷിച്ചു. All his wealth, his wife, his children, all of them were on the other shore. He sent them on to the other side, and then he was left alone for one whole night. നിന്നെ മാറ്റി നിർത്തുന്നത് ഒട്ടച്ച് കളയാനല്ല, തകർച്ച് കളയാനല്ല. നീ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത നിന്റെ ജീവിതത്തിന്റെ ഡെസ്റ്റിനിയെ മാറ്റുന്ന, നീ പോലും തിരിച്ചറിയാത്ത, നിന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വരാത്ത ദൈവിക പദ്ധതിയുടെ റൂട്ടിലോട്ട് അവൻ നിന്നെ തിരിച്ചുവിടാൻ നീ പോലും അറിയാതെ അവൻ തനിയെ അതിനെ ശേഷിപ്പിക്കുന്ന സമയങ്ങൾ നിന്റെ മുൻപിൽ വരുമ്പോൾ നീ ഓടയരുത്, നീ തകരരുത്. അവൻ ജനം കൂടെ നിൽക്കുന്ന വിചാരിച്ചവർ, കരുതുമെന്ന് വിചാരിച്ചവർ, പ്രാർത്ഥിക്കുന്ന വിചാരിച്ചവർ ഒരു മുഖവും നിന്റെ വിഷയത്തിന് മുൻപിൽ കാണാതെ മുഖം തിരിയുമ്പോൾ നിന്നെ തനിയെ നിർത്തിയത് ദൈവത്തിന്റെ നീതിയാ, ദൈവത്തിന്റെ കരുതല്. അതല്പം കൂടെ കഴിയുമ്പോൾ തിരിച്ചറിയാൻ പറ്റും ഈ തനിയെ ശേഷിപ്പിച്ചത് എന്നോട് സംസാരിപ്പാൻ, എന്നെ പണിയുവാൻ. ആടുമാടുള്ളപ്പോ നീ കേൾക്കാത്ത ശബ്ദം, ഭാര്യയും മക്കളും ഉള്ളപ്പോ നീ അനുഭവിക്കാത്ത സാന്നിധ്യം, നീ തനിയെ ശേഷിക്കുമ്പോ നിന്റെ അപ്പനിറങ്ങാൻ കഴിയാത്ത, നിന്റെ മാതാവിന് വരാൻ കഴിയാത്ത, നിന്റെ കൂടപ്പറക്ക് വരാൻ കഴിയാത്ത ആ രാത്രിയിൽ എന്റെ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങുവന്നേ.
My dear, these situations when you feel lonely, when you are left alone, these are not to break you, these are not to destroy you, but instead these are the time where God is allowing you to be there in His presence, to listen from Him, to talk to Him. When you feel that, when you thought that there are people out there who can support you, there are people out there who will help you, who will be with you, but you see that none of them are with you right now in this moment of loneliness. None of them are able to help you, but it is not to break you, it is not to destroy you. But do not give up, do not be discouraged, because Holy Spirit, this is the moment, this is the time. Holy Spirit want to come down and give you relief in such a way that you have never dreamed of, you have never dreamt of, you have never thought of. And God is going to open up doors, open up portals in your life, so that you will see that deliverance in your life. Maybe it is certain illnesses that is making you being isolated. Maybe it is certain debts that you are facing is making you feel isolated. Maybe it is when all the doors are closed in front of you that you feel alone. There is a point in your life when you have no hope, no scope of any change, and you will feel completely lonely. സ്ഥിതി മാറ്റുന്ന, അന്തരീക്ഷത്തെ മാറ്റുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന ഇടമാണെന്ന് മനസ്സിലാക്കി അവൻ നിരാശകളെ എടുത്തു മാറ്റി, ഭാരങ്ങളെ എടുത്തു മാറ്റി, ഇന്ന് പകൽക്കാല ധൈര്യത്തോടെ ശൂന്യത വരുത്തിയെങ്കിൽ, നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിൽ, അകന്നു പോയെങ്കിൽ, അടുത്ത പദ്ധതി ദൈവത്തിന്റെ കയ്യിലുണ്ടെന്ന് അവൻ തനിയെ നിൽക്കുന്ന അഭിഷേകത്തിന്റെ അകത്ത് ഒരു ദൈവ മഹത്വം ഇന്ന് പകൽക്കാലം അറിഞ്ഞിട്ട്, ഒരു ദൈവ ശബ്ദം നിന്റെ കാതിനകത്ത് കയറത്ത്, അവന് ബലമിന്ന് പകല് പരിശുദ്ധാത്മാവ് കൽപ്പിക്കട്ടെ. ആ കയ്പ് വലുതാ, ആ വേദന വലുതാ, ആ ഭാരം വലുതാ, ആ ശൂന്യത വലുതാ, പക്ഷെ വിടത്തില്ലെന്ന് ആ തനിയെ ശേഷിച്ച നിന്റെ മകന് കരുതൽ തരുവാൻ ദൈവം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുക. It is not while you are among the crowd, while you are in the midst of people that God is delivering. It is while we are alone, in our lonely moment, that God brings deliverances. You can see it in the life of Jacob. You can see throughout the Bible. It's in the moment of loneliness, when we feel that I'm left alone, that God delivers. So when you are going through this point of loneliness in your life, when you have no hope about anything, when you feel that everyone has deserted you, you should remember this in your mind, that this loneliness, this is the moment that God intervenes. This is the moment that God strengthens you. This is the point of time in your life that God is going to intervene and strengthen you. So this is the time that God is going to use you to open a new chapter in your life. അവൻ ഒറ്റയ്ക്ക് ഇരുന്നതാണ് ഇന്ന് തലമുറ അനുഭവിക്കുന്ന നന്മ എന്ന് പറഞ്ഞത്. അമ്മ ഇസ്രായേൽ എന്നുള്ള പേര് അന്ന് രാത്രി വെളിപ്പെട്ടതാ. ഇന്നും അവൻ ലോകം ഭയപ്പെടുന്ന നിലയിൽ ആ പേര് കുറയാത്ത കാര്യം, ഒരപ്പൻ തനിയെ അവൻ ചില തലമുറയായിട്ടുള്ള വിടുതലുണ്ടല്ലോ.
നിന്നെ ഒറ്റയ്ക്ക് ശേഷിപ്പിക്കുന്ന ചില സമയമുണ്ടല്ലോ, അന്ന് നീ പ്രാപിക്കുന്ന വിടുതൽ, അന്ന് നീ കരഞ്ഞു പ്രാപിക്കുന്ന ദൈവപ്രവർത്തി ഉണ്ടല്ലോ, തലമുറ തലമുറ നിലനിൽക്കുന്ന വിടുതലിന് വേണ്ടിയായിരിക്കാം. മാതാവേ, പിതാവേ, ചില സമയങ്ങൾ ആത്മാവിനെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നത് പോലെ ആമി ഒറ്റയ്ക്ക് ശേഷിപ്പിക്കുന്നത് ആമി സ്വന്തം ഒരു തലമുറക്കുള്ള വിടുതൽ നിന്നെ ഉടച്ചാൽ, നിന്നെ തകർത്താൽ, നിന്നെ ആ തീക്കതിൽ കടത്തിവിട്ടാൽ നീ പ്രാപിക്കുമെന്നുള്ളത് കൊണ്ടാണ് ദൈവം അനുവദിക്കുന്ന ചില ശോധനകൾ നിന്റെ ജീവിതത്തിൽ ദൈവം പകരുന്നത്. When Jacob was left alone that night, it was that night that became the deliverance in his life. It was that night he spoke to God, he struggled, he wrestled with it was that night that he faced the presence of God, and God changed his name and called him Israel. It was that night of loneliness, that night of no one with you, no support with you. It was that moment that God changed his name to Israel, and that name is a name that the whole world trembles with when they listen to that name. That name is a name that is still staying strong. That name is a name that is continued across generation. So my dear, this entire Israel, this generation, the blessings they face, all those deliverance they face, they received it when their forefather Jacob sat lonely for one night in the presence of God. So when you face loneliness in your life, maybe it is that moment God is going to change you so that your generations will be receiving that blessing in your life. Praise the Lord. Hallelujah. ഈ നമ്മളെ പേരൊക്കെ മാറ്റും. ബോംബെ മുംബൈ ആക്കി, ബാംഗ്ലൂർ ബംഗളൂരു ആക്കി, അല്ല കേരളമാക്കി, ഇന്ത്യ ഭാരതാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ ട്രിവാൻഡ്രം, ഇതിനെല്ലാം മാറ്റും. പക്ഷെങ്കിൽ ഇസ്രായേല് ഒരു വ്യക്തിക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ പേരല്ല, രാഷ്ട്രീയ നേതാവിട്ട പേരല്ല. ഒരുത്തൻ തനിയെ രാത്രി ശേഷിച്ചപ്പോൾ ദൈവവിട്ട പേര്. ഉലകത്തിൽ ഒരു കൗൺസിലിനും നേതാവിനും മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അതുപോലത്തെ വിടുതൽ പ്രാപിച്ച് നീ ഒറ്റയ്ക്ക് വരുമ്പോൾ, നീ തനിയെ ശേഷിക്കുമ്പോൾ, നിന്റെ കാലഘട്ടം കഴിഞ്ഞാലും ആർക്കും മാറ്റാൻ കഴിയാത്ത വിടുതലുകൾ അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി നിരാശപ്പെട്ടു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, എന്തോ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ചില കരുതലിന് വേണ്ടി ദൈവം എന്നെ ഇരുത്തിയേക്കുവാണെന്ന് മനസ്സിലാക്കി നീ ധൈര്യത്തോടെ ഇരിക്ക്. ഈ അന്തരീക്ഷത്തെ മാറ്റാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണെന്ന്. Human beings keep changing names. You can see politicians and governments changing names of various cities, from Bangalore to Bengaluru, from Trivandrum to Thiruvananthapuram. We can see the names are being changed, from Bombay to Mumbai. These names are changed by politicians and the governments. But the name Israel, that is not a name given by any human being. That is not a name given by Jesus, a politician or a government body. Amen. It is a name given by the Lord himself. And that name no one can change. See, such deliverances that you receive in your lonely moment, in your that point of loneliness, all those deliverances that God gives, no one can change. Your generations will see that deliverance. They will experience that deliverance, and this is going to be an everlasting deliverance in your life. Praise the Lord. Hallelujah. ജീവിതത്തിൽ ജോസഫ് ഒറ്റപ്പെട്ടു പോയി. Joseph was left alone. അത് ഭയങ്കരമാണ്. സഹോദരങ്ങളിൽ നിന്ന്, വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്നെല്ലാം അവൻ ഒറ്റപ്പെട്ടു പോയി. It was quite tragic, from the family, from his brethren, from his own land, from his own place, native place. He was isolated. 3 പേര് കിടക്കുന്ന കാരാഗ്രഹത്തിനകത്തും അവൻ ഒറ്റപ്പെട്ടു പോയി. Even in the prison with other people, with just 3 people in that room, he was left alone. പക്ഷെ ഒരു വാക്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. But there is one verse that is repeatedly mentioned about And the him. Lord was with Joseph. Amen. ആമേൻ. യോസേഫിന്റെ കൂടെ. നമ്മളെ കാലം പ്രിയരെ മറന്നത് ഈ ലോൺലെസ്സിന്റെ ചരിത്രം 10-13 വർഷമുണ്ട്. പക്ഷെ പിടിച്ചു നിന്നത് ആരാന്നറിയാവോ? ആ മിസ് ഉന്നതൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു.
ഇന്ന് പകൽക്കാലം അവൻ ജീവിതത്തിൽ തനിയെ ശേഷിക്കുമ്പോൾ ഓർത്തോണം അവൻ നീ മറ്റാരെയും പ്രതീക്ഷിക്കരുത്, മറ്റാരെയും ആഗ്രഹിക്കരുത്. കർത്താവ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിടിച്ച് കയറിക്കോണം. അവൻ അല്പനാളുകൾ കൂടെ കഴിയുമ്പോൾ ഈ സ്ഥിതി നാളെ പറയും, ഇന്നലത്തെ എന്റെ തനിയെ ശേഷിച്ചതാണ് ഇന്നത്തെ ഈ വലിയ കൂട്ടം, ഇന്നത്തെ ഈ നന്മ, എന്റെ തലമുറയുടെ ഉയർച്ച ഇന്നലെ ഞാൻ തന്നെ നിന്നതാണെന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ സ്ഥിതി മാറ്റാൻ ദൈവം വിശ്വസ്തനാണെന്ന്. If you look at the life of Joseph, we can see repeatedly this verse is being mentioned every time he is facing Hallelujah. loneliness. There is this verse that is mentioned, the Lord was with Joseph. It was almost for 13 years that he faced this struggle. He faced this loneliness in his life. But all through the struggles, all through his loneliness, there was the presence of God with him. The Lord was with Joseph. So my dear, when you are going through this struggle, when you are going through this moment of loneliness, when you thought people will support you and no one is turning up to support you, when the expected people are not coming to help you out, you feel completely lonely. This is not to leave you alone, but there is a promise that is coming with you, that the Lord is with you. എന്ന് പറഞ്ഞ് കർത്താവിനോട് കൂടെ ഉണ്ട്. Can we repeat, the Lord is with me? ശേഷിക്കുന്നു, പക്ഷെ കർത്താവിനോട് കൂടെയുണ്ട്. ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോട് പറയാമോ, അവൻ കർത്താവിനോട് കൂടെയുണ്ട്. ഞാൻ തനിയെ പലതും ഫേസ് ചെയ്യുന്നത്, ഞാൻ തനിയെ പലതും കൈകാര്യം ചെയ്യുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ശേഷിച്ചു നിൽക്കും. പക്ഷെങ്കിൽ ഇന്ന് വിശ്വാസത്തോട് പറഞ്ഞേ, കർത്താവിനോട് കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞേ, കർത്താവിനോട് കൂടെയുണ്ട്, കർത്താവിനോട് കൂടെയുണ്ട്. ഓർക്കേണ്ട സമയത്ത് കുഞ്ഞിനെ ഓർക്കും, മാനിക്കേണ്ട സമയത്ത് കർത്താവ് നിന്നെ മാനിക്കും. എത്രത്തോളം നീ ഒറ്റപ്പെട്ടു, എത്രത്തോളം നീ തനിയെ ശേഷിച്ചോ, അത് മറക്കുന്ന ജീവിത ചരിത്രത്തെ എഴുതുവാൻ എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം വിശ്വസ്തനാണെന്ന്. My dear child, let us declare Hallelujah. with faith. Let us open our mouth and declare with faith that my Lord is with me. Even though I am facing problems that no one can help me, even though I see no way out of this, even though I see that no people who are around me are able to support me, I am being left alone to face this all alone by myself. But still, there is a promise that God is with you. The Lord is with you. So let us declare, let us not be discouraged by what we are going through, and let us declare that Lord is with me. അവൻ ഏലിയ പറഞ്ഞു, ഞാൻ ഒരുത്തം മാത്രം. ഈ വചനം പഠിച്ച ആരും ഇത് അനുഭവിക്കാത്തത്? നമുക്കൊന്നും അല്ല, ഇത്രയും പേരൊക്കെ ഉണ്ടല്ലോ. ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൂപ്പുകൈയിടാനേലും 10 പേരുണ്ടല്ലോ, ഇല്ലേ വെച്ചാ? പ്രാർത്ഥിച്ചില്ലേലും എന്തോ ഉണ്ട്, അതെങ്കിലും ഉണ്ട്. അതൊരു സന്തോഷമല്ലേ? പക്ഷെ ഇങ്ങനെ ഓർത്ത് നോക്കിയേ, അവൻ ഏലിയ പറയുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രം. തീയൊക്കെ ഇറക്കി ഏലിയാവാണോ ഈ പറയുന്നത്? ആമേൻ, സ്തോത്രം. പക്ഷെങ്കിൽ അവിടെയും കർത്താവ് എന്ത് ചെയ്യുന്നു? മൃദുസ്വരത്തോടെ ഇറങ്ങിച്ചെന്ന് എഴുന്നേൽപ്പിക്കുക. ഞാനിങ്ങ് പറഞ്ഞു പോകട്ടെ, ദാവീദ് അതുല്യം ഗുഹയ്ക്കകത്ത് ഒറ്റപ്പെട്ടു. ഇതൊക്കെ വിശദീകരിക്കാൻ പോയ സമയം പോകും. നമ്മുടെ കിച്ചണാണ് റെഡിയായിരിക്കുക. ആമേൻ, സ്തോത്രം. ശ്രദ്ധിച്ച്, ആമേൻ, ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ തനിയെ ശേഷിക്കുന്ന നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം കേട്ടോ, തനിയെ ശേഷിക്കുന്ന നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഗ്രൗണ്ട്, ആ കാരാഗ്രഹത്തെ പ്രിപ്പറേഷൻ ഗ്രൗണ്ട് ആക്കിയതുപോലെ ജീവിതത്തിൽ എവിടെയെങ്കിലും തനിയെ ശേഷിക്കുന്നത് ഓർത്തോണം. നാളെ പവർഫുൾ ആകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഒരുക്കുന്നതാ. അതുകൊണ്ട് നിരാശ എവിടെങ്ങും പിശാചിനെ കയറ്റി വെക്കരുത്. അവിടെ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് ദൈവത്തിന്റെ ഡിസൈനാ, ഇത് ദൈവത്തിന്റെ കാര്യപരിപാടിയാ. ആ കാലം കഴിയുമ്പോൾ, ആ സമയത്തെ കഴിയുമ്പോൾ കർത്താവ് പുറത്തെടുക്കുന്ന മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ആത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. If you look at Elijah, he is the one who said, I am the only one who is left alone. I am the only one who remains. You look throughout the Bible, look at David. While he was running away from King Saul, he was hiding in a cave and he was left alone. There is no one to support him. You can see that there are moments throughout the Bible, you can see that there are moments of loneliness that people faced. Who has not faced this loneliness in their life? But you can see that God, this moment that you are going through, this moment of loneliness that you're going through in your life, it is not to break you, it is not to destroy you, but to mold you, but to change you, to transform you. God has a purpose, God has a mission to open a new chapter in your life, and God is molding you. So please do not be discouraged and be prepared.
surrender before God so that He can mold you and change you in this moment of loneliness in your life. Praise the Lord. അപ്പോൾ ഈ നവോമി തനിയെ ശേഷിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറയുന്ന 3-4 വാക്കുകളുണ്ട്. അവൾ പറഞ്ഞു, ഞാൻ പോവാ, ഞാൻ വിട്ടു പോവുകയാണ്. മരുമക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പൊക്കോ, ഇത് മുഴുവൻ ഞാൻ തന്നെ വഹിച്ച് ഞാൻ പോവാ, എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവാ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, 13-ാമത്തെ വാക്യം 1:13 എൻ്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടു. ഇനിയും അതിൻ്റെ 21-ാമത്തെ വാക്യം, നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സംസാരിക്കുകയും സാക്ഷീകരിക്കുന്നു സർവശക്തൻ. ശ്രദ്ധിച്ചേ, ആ തനിയെ ശേഷിക്കുമ്പോൾ അവിടെ വായിന്നു വന്ന വാക്കുകളൊക്കെ കേട്ട്, കർത്താവ് എനിക്ക് ദോഷമായി ചെയ്തത്, കർത്താവ് എനിക്ക് വിരോധമായി. ഇത്രയും നന്നായിട്ടൊക്കെ നിന്നിട്ട് ഉപവസിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ ചെയ്തിട്ടും കൊടുത്തിട്ടും എനിക്കിത് വന്നല്ലോ, കർത്താവ് എനിക്ക് വിരോധമായെന്നും പറഞ്ഞ് സ്വയം അവൾ ആ പ്രശ്നത്തെ അങ്ങ് ഏറ്റെടുത്ത് അതിൻ്റെ അകത്തോട്ട് മറയാൻ അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിറഞ്ഞവളായിട്ടാണ് വന്നത്, പക്ഷെ ഞാനിപ്പോൾ ഒഴിഞ്ഞവളായിട്ട് ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുക. My dear, listen carefully. When Naomi was going through all this grief and all these struggles in her life, we can see that there are certain statements that she is making. She's making certain statements. She's saying certain things that are breaking our heart, literally. So we can see that when Naomi is saying her daughter-in-law to go away, I'm leaving Moab. You may please go, and all these problems are because of me, and Lord, the hand of Lord is against me. That is why I am facing all these problems, and I will take up all these upon myself alone. You leave, you escape somehow from the situation, and I will take up. And we can see that she says she went out full, and when she is returning, she is coming back home empty-handed. There is nothing left, everything is lost. And she says that the Lord has testified against me, the God himself has afflicted me. So when we go through these moments, when we go through this loneliness, we may feel certain thoughts that are more self-critical, that are more self-blaming, that assumes that Lord is against us, and that assumes that Lord has put his hand against us, Lord has testifying against me, and we tend to take up all this burden upon ourselves all alone. ദൈവം ഒരു കാര്യം മനസ്സിലാക്കണം. My dear, you should understand one thing. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നവോമി ഒഴിഞ്ഞവളായിട്ടാണോ ബത്ലഹേമിൽ മടങ്ങി വന്നത്? Let me ask you one thing. Did Naomi return to Bethlehem empty-handed? എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഞാൻ ഈ ആവേശത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗം ഇഷ്ടമെന്ന് അറിയാം, പക്ഷെങ്കിൽ ഇത് ആവേശ പ്രസംഗമല്ല, ഇത് ഒരു വേറൊരു തലമാണ്. അത് മനസ്സിലാകിയവർക്കേ മനസ്സിലാകത്തുള്ളൂ. ആമേൻ, സ്തോത്രം. ശ്രദ്ധിച്ച്, നവോമി ബേത്ലഹേമിലോട്ട് ഒഴിഞ്ഞവളായിട്ടാണോ വന്ന്? Listen carefully. Did Naomi return to Bethlehem empty-handed? ആരുമില്ലാത്തവളായിട്ടാണോ വന്ന്? Did she return to Bethlehem without anybody with her? ഒറ്റയ്ക്കാണോ വന്ന്? Did she return all alone? പ്രിയരെ, നമ്മുടെ ഈ പെയിൻഫുൾ സിറ്റുവേഷൻ അകത്ത് തന്നെ ദൈവത്തിനൊരു പ്ലാൻ മറഞ്ഞിരിപ്പുണ്ട്. My dear, within our painful situation itself, there is a plan of God hidden underneath. നമ്മൾ ഒരിക്കലും ആ ദൈവത്തിന്റെ പ്ലാനിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. We should never underestimate his plan. നമ്മൾ നോക്കുമ്പോൾ മൊത്തം പോയി, എല്ലാം പോയി, പക്ഷെ ദൈവത്തിനൊരു ഹിഡൻ പ്ലാൻ രൂത്തിന്റെ പേരിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. When we look around, everything is lost, there is no hope, everything is destroyed, but we can see that in Naomi's life there is a hidden plan of God in the name of Ruth. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ഹിഡൻ പ്ലാൻ
തനിയെ ശേഷിക്കുന്ന നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്ന്. ഒരു പക്ഷേ ആ വേദനയുടെ ആധിക്യം കൊണ്ട് അത് കാണാൻ കഴിയുന്നില്ലെങ്കിലും ബേത്ലഹേമിൽ രൂത്തുമായിട്ട് വന്നിട്ടും അവള് പറയുന്നത് ഞാൻ നിറഞ്ഞവളായിരുന്നു, ഒഴിഞ്ഞവളാ, ഞാൻ ഒറ്റയ്ക്ക് അത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചേ, നീ കടന്നു പോകുന്ന ആ പെയിൻഫുൾ സിറ്റുവേഷനകത്ത് ദൈവം മറച്ചു വച്ചിരിക്കുന്ന രൂത്ത് എന്ന പദ്ധതി നിങ്ങൾ കാണാതെ പോകരുത്. അത് കാണാതെ പോയാൽ നിങ്ങൾ ഉടഞ്ഞു പോകുമെന്ന്. അത് കൂടെ നടക്കുകയാണ്, അത് ഒപ്പം നിന്റെ കൂടെയുണ്ട്, അത് നിന്റെ പുറകെ നടക്കുന്നുണ്ടെന്ന്. നഹോമിയേ, കണ്ണൊന്ന് തുറന്ന്, നീ ഒറ്റയ്ക്കല്ലെന്ന്. ദൈവത്തിന്റെ ഹിഡൻ പ്ലാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ മുതൽ നിന്റെ കൂടെയുള്ളത് ഇന്ന് പകൽക്കാലം കാണുവാൻ തയ്യാറാകണം. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ കാണുവാൻ കണ്ണുകൾ തുറക്കട്ടെ. നിന്റെ കൂടെ നിൽക്കുന്ന, നിന്റെ കൂടെ നടക്കുന്ന, നിന്റെ ശൂന്യതയെ നിറയ്ക്കുന്ന ആ ദൈവ സാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലത്ത് കാണാതെ പോകരുത്. ഇത് വെറും മരുമകളല്ല, ഇത് വെറും രൂത്തല്ല. ദൈവം നിന്റെ വേദനയ്ക്കകത്ത് മറച്ചു വെച്ച ദൈവ പദ്ധതിയാണെന്ന്. While you're going through this pain in your life, this struggle in your life, there is a hidden plan of God right with you, right where you are. Look at Naomi. While she was going through this pain, Ruth, the hidden plan of God was there with her, along with her, all throughout the struggles, all throughout the moment she started her journey itself. Ruth was always with her, but she did not see Ruth as a hidden plan of God. Out of the pain, out of the grief that she is going through, she may not have seen that. Just like that, when you are going through struggles in your life, when you have severe pain in your life, out of the severity of the pain, you may not notice the hidden plan that God has kept in store for you. But this plan for redemption, this plan for deliverance has always been there with you. Let us pray together. God, open my eyes so that I will be able to see your hidden plan, your purposes for deliverance in my life. നവോമിക്ക് മനസ്സിലായില്ല ഈ കൂടെ നടക്കുക ദൈവത്തിന്റെ ഒരു കരുതലാണെന്ന്. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, സ്തോത്രം. നിന്റെ നിർണായക സമയങ്ങൾ, പ്രതിസന്ധിക്കകത്ത് ആമേൻ സ്തോത്രം, ദൈവത്താൽ അപ്പോയിന്റഡായ ചിലരുണ്ട് കേട്ടോ. നിനക്ക് ആശ്വസിപ്പിക്കാൻ, നിന്നെ ധൈര്യപ്പെടുത്താൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇടിവ് നിൽപ്പാൻ നീ പോലും അറിയാത്ത ചിലതിനെ ദൈവം നിർത്തിയിട്ടുണ്ടെന്ന് ഇന്ന് പകലേക്കാലിന്റെ കണ്ണുകൾ തുറക്കട്ടെ. അപ്പോൾ തന്നെ എന്നേക്കും വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ നടക്കുന്നുണ്ട്, നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. രൂത്ത് നടന്നതുപോലെ ഇല്ലില്ല, ഞാൻ പിരിയത്തില്ല, മരണത്താൽ അല്ലാതെ പിരിയത്തില്ലെന്നും പറഞ്ഞ് ശൂന്യത അനുഭവിക്കുന്ന, നിറഞ്ഞവളാണ്, സകലത് പോയത് പറയുന്ന നിന്റെ കൂടെ നടക്കുന്ന ഈ രൂത്തിന്റെ ദൈവത്തിന്റെ പദ്ധതികളെ നീ കാണാതെ പോകരുത്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നീ തിരിച്ചറിയാത്ത ചില കരുതലുകൾ നിന്റെ കൂടെ നടക്കാൻ, നിന്റെ വേദന മറക്കത്തക്ക രീതിയിൽ, നിന്റെ ശൂന്യത മറക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഹിഡൻ പ്ലാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തുറന്നു വരുമോ? സമനം ഭവനം ധവനം ധനയം അടകം ധാരം വർദ്ധം ഭവനം അന്തരവേദന വർദ്ധകരാധന ഗൂഢകരാധന അത്ഭുതവർദ്ധമനാധന. നീ കരുതുന്നത് പോലല്ല, നീ വിചാരിച്ചത് പോലല്ല, നീ പ്ലാൻ ചെയ്തത് പോലല്ല. ദൈവത്തിന്റെ അസാധാരണ ദയ. ആ രൂത്തൊരു വർഷമെങ്കിൽ ദൈവം അയക്കുന്ന ദൂതായിരിക്കാം, ആ രൂത്തൊരു വർഷം ദൈവം അയക്കുന്ന ആലോചനയായിരിക്കാം, അവരുടെ ആത്മശക്തിയായിരിക്കാം. ഒരു പക്ഷേ നിനക്ക് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്യുന്ന അഭിഷക്തനായിരിക്കാം, പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരായിരിക്കാം. ആരാണെങ്കിലും തനിയെ ശേഷിക്കുന്ന നിനക്കൊരു രൂത്തിന്റെ കരുതലുണ്ടെന്ന്. Thank you, Jesus.
While Naomi was feeling lonely, she was left alone. She says, I am left alone, all of you can leave. While she was saying that, there was God's provision called Ruth, staying with her, walking with her. That provision has always been with her, but she did not realize that. My dear, while you are going through the struggles, while you are going through the problems, God has already provided a provision for deliverance with you. You are not seeing that. God has already appointed someone to comfort you, to deliver you in the right time. You will see that. God will open your eyes so that you will see that deliverance, that person, that appointment can be the anointed person of God, can be the sister who prays with you, can be a message, can be a prophetic message. It can be any of those. But God has certainly provided a provision for your life that is walking with you, that is staying with you in this moment of loneliness. എത്ര പേർക്ക് ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ദൈവത്തിന്റെ കരുതൽ, കൂടെ നടക്കുന്ന വിട്ടുപിരിയാത്ത ഒരു ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ കൊതിക്കുന്നത്? ആമേൻ. ശ്രദ്ധിച്ചേ, ആമേൻ. നവോമി അവള് കാണുന്ന മുഴുവൻ ഒരു ശ്മശാനവും. ബേത്ലഹേമിൽ ചെന്നിട്ട് അവൾക്ക് എന്തോ ആഗ്രഹം, അവിടെ പോയി എന്ത് ചെയ്യണം? അവിടെ മുമ്പിൽ മാത്രം ഇങ്ങനെ ഈ ശ്മശാന ഭൂമിയൊക്കെ ഉള്ളു. പക്ഷെങ്കിൽ കർത്താവ് കണ്ടത് ജനറേഷൻസിനെയാണ്. അവൻ നവോമിയെ നോക്കിയിട്ട് കൊണ്ട് അടക്കുന്ന അവന് മണ്ണിനകത്ത് തീരുന്നതല്ല, അത് അവക്കതേ അറിയത്തുള്ളൂ, കയ്പല്ലേ. പക്ഷെ കർത്താവ് നോക്കിയപ്പോൾ എന്താ കണ്ടത്? അടുത്ത തലമുറകളുടെ എക്സ്റ്റൻഷന്, എന്തിന്? മസിയായുടെ ലീനേജിനകത്ത് കയറുന്ന അടുത്ത പദ്ധതിയെ സ്വർഗം കാണുകയാണ്. തനിയെ ശേഷിച്ച നിന്നെ ബേത്ലഹേമിൽ തനിയെ വിട്ടില്ല. രൂത്ത് 1, അവൻ ബോവസ് 2, അവൻ ഓബേദ് 3, പിന്നെ അങ്ങോട്ട് തുടങ്ങുകയായിരുന്നെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് തനിയെ ശേഷിച്ച നിനക്ക് ആമേൻ ശ്മശാന ഭൂമിയെ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ നിന്നെ നോക്കിയിട്ട് തലമുറകളെ കാണുന്ന ഒരു ദൈവാത്മാവ് ദൂത് പറയുകയാ, ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ലെന്ന്, ഇവിടം കൊണ്ട് തീരത്തില്ല. നിന്നെ ഓർക്കുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തിന് കരുതലുണ്ടെന്ന് ആത്മാവ് ഇത് പകൽക്കാലം ഇടപെടുക. When Naomi looked around, it was death around her. It was graveyard. That is what she sees around her. And the only desire she is having when she's returning to Bethlehem is that I need to be buried in my land. That is what she is seeing. She is seeing death and graves in front of her. That is her vision. That is what she sees. But my dear, God is seeing something different. Instead of graveyard, instead of death and end of generation, God is seeing another generation, generations and generations coming out of her. That is what God is seeing. And see, Ruth entered even in the lineage of Messiah. Jesus was born in the lineage of Ruth, Boaz, Obed. You can see the lineage coming out of her. When we see that in our life, things are ending. There is no scope, there is no hope. And we see death around, graveyard around, the end of our life in front of us. God is seeing future, generations and generations coming out of us for the glory of His kingdom. ബേത്ലഹേമിൽ ഒറ്റ ദിവസം തനിയെ ഇരുത്തിയില്ല. She was not even ദിവസം ദൈവം തനിയെ ഇരുത്തിയില്ല കേട്ടോ. അവൾ പറഞ്ഞുകൊണ്ട് വന്നത് മുഴുവൻ എന്താ അറിയാവോ? കയ്പ, എന്റെ പേര് മാറ്റിക്കോ, ആ പേര് വിളിക്കണ്ട. പക്ഷെ കർത്താവ് അനുവദിച്ചില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നീ അറിയാത്ത ഒരു രൂത്തിന്റെ കരുതല് പോലെ ചിലത് കർത്താവ് നിന്റെ വേദനയ്ക്കകത്ത് ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. ഒരു നിമിഷം കണ്ണുകൾ ദൈവസ്ഥൽ അടച്ചാട്ട്, എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ചേ. ആ മിസ്തോന് കർത്താവ് വേണ്ടി ആ കരുതൽ വെളിപ്പെട്ട് വരട്ടെ. ആ നിരാശകളെ കർത്താവ് എടുത്തു മാറ്റട്ടെ. തനിയെ ശേഷിച്ച്
അവൻ ഈ ജീവിത ഭാമി വിഷയങ്ങളുമായി മല്ലുപിടിക്കുന്ന അവൻ കുഞ്ഞെ സഹോദര പ്രിയപ്പെട്ടവളെ, ഇന്ന് പകലക്കൽ ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ ആ പെയിൻഫുൾ സിറ്റുവേഷൻ അകത്ത് ദൈവം മറച്ചു വെച്ചൊരു ദൈവിക പദ്ധതിയുണ്ട്. നീ അത് കാണണം, നീ അത് കാണണം. ആ കരുതൽ ശ്രേഷ്ഠകരമാണ്. ആ കരുതലുകൾ ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണമാണ്. അവൻ തിരുവെഴുത്ത് പറയുന്നത് പോലെ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരാൻ കഴിയുന്ന ആ കർത്താവിന്റെ കരത്തിൽ ഇന്ന് പകലിൽ കുഞ്ഞെ നിന്നെ ഒന്ന് ഏൽപ്പിച്ചേ. When Naomi left to Bethlehem, she was not even a single day. She was left alone in Bethlehem. There was always this provision of Ruth in her life. My dear, God has provided a provision of Ruth in your life. So you should not be discouraged or disappointed. You should leave it to God, surrender before God, and let us offer ourselves unto the presence of God and say that, God, I know that you are with me. All the struggles, all the pain that I am going through, all these things, unimaginable things that I am thinking of, God, I know that there is a provision that you have kept with me. You have provided a provision. I want to experience this provision. He has sorted out everything for me. He have walked ahead of me and sorted out everything for me. Let us pray together. Let us surrender ourselves and pray that, God, I want to open my eyes and see this provision that you have kept for me. യേശു പറഞ്ഞു, അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. Jesus said, those who are struggling and those who are weary and tired, come to me. സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവൻ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. He took our pains, he took our illnesses, and from his nail-pierced hands we received healing. നിങ്ങളെല്ലാവരും കേട്ടോ, നമ്മുടെ വേദനകളെ അവൻ, അപ്പൊ അത് ഏത് വേദന? Listen carefully. It says he carried our pains. What kind of pain that he carried? എല്ലാ വേദന, all the pains that we go through. വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ. Let us believe this. യേശുവിന് കഴിയാത്ത ഒന്നുമില്ല. There is nothing that is impossible by our Lord Jesus. കാൽവരിയിൽ അവൻ ജയാളിയായി തീർന്ന ജയം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. He became victorious on the cross, and that victory has been given to us. യേശു ഒരു ഉറപ്പ് നൽകി തന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും ഉണ്ട്. അവൻ രൂത്തിന് ആയുസ് കൊടുത്താൽ നിൽക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ എല്ലാ നാളും ഉണ്ടെന്ന് പറഞ്ഞ വാഗ്ദത്തത്തെ ഓർത്തേ. Let us remember the promise that Jesus gave us. I will be with you towards the end of the world. ആ കർത്താവ് നമുക്ക് വേണ്ടി കരുതും. And that Lord will provide for you. കർത്താവിന്റെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിക്കുന്നു. I bless the people in the name of Jesus. തനിയെ ശേഷിച്ച് നിൽക്കുന്ന വിഷയത്തിന് മുൻപിൽ, in all those problems where they feel that they are left alone, ദൈവം മറന്നെന്ന് പറയുന്ന വിഷയത്തിന് മുൻപിൽ, in all those problems where they say that God has forgotten this, ആര് എങ്ങനെ എന്തെന്ന് ചോദ്യചിഹ്നങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ജനത്തിന്, in front of the people who have these questions in front of them, who will help me, how I will get a deliverance. കർത്താവരുടെ സ്ഥിതി അങ്ങ് മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. Lord, I thank you that their situations are going to be changed. അടുത്തൊരു തലമുറയ്ക്കുള്ള വിടുതൽ അവരൊറ്റയ്ക്ക് നിൽക്കുന്ന ഈ പ്രതിസന്ധിക്കകത്ത് കൃപ കൊടുത്ത് തലമുറകളെ വിടിവിപ്പാൻ, കുടുംബങ്ങളെ വിടിവിപ്പാൻ അവരെ ശക്തരാക്കുന്ന ട്രെയിനിങ് പ്രോസസ്സിനായി സ്തോത്രം ചെയ്യുന്നു. Lord, I thank you for giving them the grace to stand alone in this painful situation, so that this standing alone, this moment of loneliness will turn out to be the blessing for the generations that they have. Lord, we thank you for giving them this grace so that they can stand in this loneliness and receive the promises. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, in the name of Jesus we pray. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.